അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു നാടൻ ചിക്കൻ റെഡിയാക്കിയാലോ? അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണതെന്ന് നോക്കട്ടാ. അപ്പോൾ നമ്മൾ മുന്നൊക്കെ വാങ്ങിച്ചിരുന്നല്ലോ നാടൻ ചിക്കൻ, ഇതേപോലെ നെയ്യോട് കൂടിയിട്ടുള്ള നാടൻ ചിക്കൻ. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഈ നെയ്യൊന്നും കളയാതെ തന്നെ എടുക്കുക. അതേപോലെ ഇതിൻ്റെ തൊലി, ഈ നാടൻ ചിക്കൻ്റെ തൊലി എടുത്താലും നല്ല ടേസ്റ്റ്. ഞാൻ തൊലിയും കൂടെ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊലിയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ആ നെയ്യിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് ഇതിൽ ഈ കറിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ആ നെയ്യിൽ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ചിക്കനൊക്കെ ഹോളിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 4 വലിയ വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 10 അതേപോലെ 10 ചുവന്നുള്ളി, കുറച്ച് മല്ലിച്ചപ്പ്, അതേപോലെ തന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഇതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് തക്കാളി കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 4 കാശ്മീരി ചില്ലി ഇതേപോലെ വിനാഗിരിയും അതേപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ മുന്നേ കുതിർത്തി വെക്കുക. അതാണ് കേട്ടോ ഇതിലത്തെ ചേരുവ. ഏറ്റവും അതെന്തായാലും നിർബന്ധമാണ് കാശ്മീരി ചില്ലി. അല്ലെങ്കിൽ നിങ്ങളൊക്കെ മുളകില്ലെങ്കിൽ പൊടിയിൽ വിനാഗിരി ഒഴിച്ചിട്ട് അത് ചേർത്തിട്ട് ചെയ്താൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് പറയണം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നാടൻ കോഴിയുടെ അരപ്പന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലേക്ക് കാശ്മീരി ചില്ലി അല്ലെങ്കിൽ പൊടിയിൽ കാശ്മീരി ചില്ലി മുളകാണ് വേണ്ടത്, അല്ലെങ്കിൽ പൊടിയിൽ വിനാഗിരി ഒഴിച്ചിട്ട് ഇതേപോലെ കുതിർത്തി വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചിക്കനിലേക്കൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നാടൻ കോഴി ആകുമ്പോൾ ഒരു ദിവസം മുന്നേ തന്നെ സോക്ക് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ വിസിൽ കൂടുതൽ അടിച്ചു കൊടുത്താലും മതി. ബ്രോസ്റ്റഡ് ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ബ്രോസ്റ്റഡ് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ്. ഞാൻ അതേപോലെ ചെയ്തിട്ടുണ്ട് ബ്രോസ്റ്റഡ്. അപ്പോൾ നമ്മുടെ ഷവായി ചിക്കൻ്റെ ഒക്കെ അതേ ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത്. ഇതിൽ ഞാൻ നെയ്യും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് തേങ്ങയും കൂടി വറുത്തരച്ച് കൊടുക്കുക വെച്ചെങ്കിൽ നമ്മുടെ നാടൻ കറിയുടെ അതേ ടേസ്റ്റ് കിട്ടും. അപ്പോൾ പത്തിരിയിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കറി ഇവിടെ വെന്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വിസിലടുപ്പിക്കുക. അപ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കറി നമ്മൾ കുക്കറിൽ എപ്പോഴും കുക്കറിലൊക്കെ കറി വെക്കുമ്പോൾ അത് ഒന്ന് തുറന്നതിന് ശേഷം ഒന്നും കൂടി തിളപ്പിച്ച് കൊടുക്കേണ്ടത് നല്ലതാട്ടോ. കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ആ കുത്തും മണമൊക്കെ മല്ലിയുടെ മുളകിൻ്റെ ഒക്കെ പോയി കിട്ടാൻ ഇത് അതേപോലെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ കറിക്ക് വേറൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഒന്നുണ്ട് നമുക്ക് കളർ തന്നെ മാറി കിട്ടും കറിയുടെ. ഒന്നുണ്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ച് കൊടുക്കുകയാണ് വെച്ചെങ്കിൽ ഇട്ടാ. ഇതിലേക്ക് വറുത്തരച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കുക വെച്ചെങ്കിൽ പത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലൊക്കെ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ ഒന്നും കൂടെ ഒക്കെ ഒന്ന് കണ്ടില്ലേ, ഞാൻ ആ തൊലി ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കറിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും ചെയ്യും. നാടൻ കോഴിയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ നാടൻ കോഴി വെക്കുമ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ടുള്ള നെയ്യ് എടുത്തിട്ട് കറിയിൽ ഇടുക വെച്ചെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുബൂസിലേക്ക് പത്തിരിക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.